നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8 അന്തിമ വിധി വരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോടതിയാണ് ആ തീയതി തീരുമാനിച്ചിട്ടുള്ളത്. ഡിസംബർ 8 നടിയെ ആക്രമിച്ച കേസിൽ കോടതി അന്തിമ വിധി പറയാൻ പോകുന്നത്. വർഷങ്ങൾ നീണ്ട നടപടിക്രമങ്ങൾ അതെല്ലാം പൂർത്തിയായിരുന്നു. അതിനുശേഷം ഇന്ന് വിധി പറയുന്ന തീയതി അറിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ആ തീയതി ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നു. ഡിസംബർ 8 നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ അന്തിമ വിധി. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, വിശദാംശങ്ങൾ. അതിന് ഏറെ നിർണായകമായിട്ടുള്ള ഡേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാം കാത്തിരുന്ന നിമിഷമാണ്. അത് കേരളക്കരയാകെ, സിനിമാ ലോകമാകെ കാത്തിരുന്ന നിമിഷത്തിനാണ് ഇപ്പോൾ പൂർണ്ണത വന്നിരിക്കുന്നത്. ഡിസംബർ 8 നടിയെ ആക്രമിച്ച കേസിൽ എന്താണ് വിധി എന്നുള്ളത് ഡിസംബർ 8 അറിയാം. കുറെ ദിവസങ്ങൾ നീണ്ട, ഏകദേശം 27 തവണ നീട്ടിവെച്ചിരുന്ന കേസിലാണ് ഇപ്പോൾ എന്നായിരിക്കും വിധി വരിക എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും വന്നിരിക്കുന്നത്. അത് ഡിസംബർ 8 വരുന്നത്. ഏറെ നിർണായകമായിട്ടുള്ള കോളിളക്കം സൃഷ്ടിച്ചുള്ള ഇതിനിടയിൽ 2018 ഈ കേസ് വിചാരണ നടപടികൾ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ പല നാടകീയ സംഭവങ്ങളും നടന്നിരുന്ന കേസാണ്. ഇതിനകത്ത് നടി സുപ്രീം കോടതിയിലേക്ക്, വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ട് നടി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. ഈ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ ദിലീപ് ഹൈക്കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ ഈ കാലയളവിലെല്ലാം ഏറെ നാടകീയത നിറഞ്ഞ സംഭവങ്ങളെല്ലാം നടന്നിരുന്ന സമയമാണ്. കഴിഞ്ഞ ദിവസം ഈ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ കഴിഞ്ഞ ദിവസം വിധി എന്നാണ് വരുന്നത് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം അറിയാമെന്ന രീതിയിലേക്ക് വന്നിരുന്നു. കാരണം വിചാരണ നടപടികളെല്ലാം ഏകദേശം അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ആ ഒരു ഘട്ടത്തിലും പ്രോസിക്യൂഷനോട് ചില ചോദ്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, അത് കൃത്യമായിട്ടുള്ള ഉത്തരം ഇന്ന് വ്യക്തമാകുന്ന രീതിയിൽ ഇത് നൽകിയിട്ടുണ്ട് എങ്കിൽ എന്നാണ് വിധി എന്നുള്ള കാര്യം ഇന്ന് അറിയാമെന്നുള്ള കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണ്. അന്ന് ചില സാങ്കേതിക കാരണങ്ങളെല്ലാം അന്ന് നടന്നിരുന്നു. ആ സാങ്കേതിക തടസ്സങ്ങളെല്ലാം മാറിക്കൊണ്ടാണ് എന്നായിരിക്കും വിധി വരിക എന്നുള്ള കാര്യം ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഈ മുഴുവൻ പ്രതികളും, കേസിലാകെ 9 പ്രതികളാണുള്ളത്. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ച സമയത്ത് 14 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. അതിൽ 4 പേരെ മാപ്പുസാക്ഷികളാക്കുകയും ഒരാളെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ബാക്കി 9 പ്രതികൾ. 8ാം പ്രതിയാണ് ദിലീപ്. ഈ പ്രതികളെല്ലാം, മുഴുവൻ പ്രതികളും അന്ന് ഈ വിധി വരുന്ന അന്ന് കോടതിയിൽ ഹാജരാകണം. അതിനുശേഷമായിരിക്കും വിധി പ്രസ്താവം ഉണ്ടാവുക. ഏറെ മുഴുവൻ തെളിവുകളും ഹാജരാക്കിക്കൊണ്ട്, ഏകദേശം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ 27 തവണയാണ് ഈ വിധി വരുന്ന ദിവസവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയിൽ നടക്കുന്നത്. ആദ്യഘട്ടത്തിലെല്ലാം ഏത് സമയത്തും കേസെടുക്കുമ്പോഴും പല ചോദ്യങ്ങൾ പ്രോസിക്യൂഷനോടും കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം കോടതിയോട് പ്രോസിക്യൂഷൻ ഉത്തരവ് നൽകുന്നു. പക്ഷേ അവിടെയും ചില സാങ്കേതിക കാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഈ വളരെ കാലങ്ങളോളം ഈ കേസിൽ ഇങ്ങനെ വിധി നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടാണ് നടി സുപ്രീം കോടതിയൊക്കെ സമീപിക്കുന്നത്. ഈ സുപ്രീം കോടതിയൊക്കെ സമീപിക്കുന്ന സമയത്താണെങ്കിലും ഈ വിചാരണ അത് നീണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി തന്നെ വലിയ തരത്തിലുള്ള വിമർശനം അത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾക്കെല്ലാം ബാക്കിയായിട്ടാണ് വിധി എന്നാണ് വരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസുമാണ് അത്. സിനിമാ ലോകത്തെ മാത്രമല്ല, രാഷ്ട്രീയ ലോകത്തെ ഉൾപ്പെടെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസാണ്. ഈ 2017 ഇത് സംഭവിക്കുന്ന ആ സമയത്ത് തന്നെ വലിയ തരത്തിലുള്ള നടിക്ക് പിന്തുണയുമായി എത്തിയിരുന്ന പല ആളുകളും, സാക്ഷികളെല്ലാം കൂറുമാറുന്നതടക്കം അങ്ങനെ ഒരുപാട് നാടകീയത നിറഞ്ഞ സംഭവങ്ങളിലൂടെയാണ് പോകുന്നത്. നടൻ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇത് അന്തിമമായിട്ടുള്ള കാര്യമാണ്. കൃത്യമായിട്ട് ദിലീപിന്റെ വിധി എന്താണ് എന്നുള്ള കാര്യമൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു നിമിഷം കൂടിയാണ്. അങ്ങനെ സിനിമാ ലോകമൊക്കെ ഞെട്ടിത്തെറിച്ചിരുന്ന ആ വിഷയത്തിന് ഇന്ന് വിധി അറിയാനായിട്ട് പോവുകയാണ്. അതാണ് ഡിസംബർ 8 കേസിൽ അന്തിമ വിധി പ്രസ്താവിക്കുന്നത്. ആ തീയതിയാണ് ഇന്ന് കോടതി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കോടതി പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.